ചിന്നക്കനാലിൽ നിന്നും പിടികൂടി പെരിയാർ കടുവാ സങ്കേതത്തിൽ തുറന്നുവിട്ട അരിക്കൊമ്പൻ ഇന്നലെ രാത്രി വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങി. തമിഴ്നാട്ടിലെ മേഘമല ഹൈവേസ് ഡാമിന് സമീപം കൃഷി നശിപ്പിക്കാൻ ശ്രമിച്ചു. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുന്നു. ബിനീഷ്, അരിക്കൊമ്പൻ തുറന്നുവിട്ട സ്ഥലത്ത് വീണ്ടും പ്രശ്നമുണ്ടാക്കുകയാണ്. എന്തൊക്കെ വിവരങ്ങളാണ് പുറത്തു വരുന്നത്? തീർച്ചയായും ചിന്നക്കനാലിൽ നിന്ന് പിടികൂടിയ പെരിയാർ കടുവ സങ്കേതത്തിൽവിട്ട അരിക്കൊമ്പൻ ഇന്നലെ രാത്രി വീണ്ടും ഈ തമിഴ്നാട് ജനവാസ മേഖലയിൽ ഇറങ്ങിയിരുന്നു. തമിഴ്നാട് മേഘമല ഹൈവേസ് ഡാമിന് സമീപമുള്ള കൃഷി നശിപ്പിക്കാൻ ശ്രമിച്ചു. ഇതേ തുടർന്ന് പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വനവകുപ്പ്. അതോടൊപ്പം തന്നെ മേഘമലയിലെ വിനോദസഞ്ചാരികൾ എത്തുന്നത് വനവകുപ്പ് നിരോധിച്ചിട്ടുണ്ട്. വനവകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ ഒരു 125 പേരടങ്ങുന്ന ഉന്നത ഉദ്യോഗസ്ഥർ 120 പേരടങ്ങുന്ന ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തുണ്ട്. ഏതായാലും ഈ ആനയെ മോദക്കാനത്ത് തുറന്നുവിട്ട സ്ഥലത്ത് നിന്ന് ഏകദേശം 40 കിലോമീറ്റർ അരിക്കൊമ്പൻ സഞ്ചരിച്ച് ഈ തമിഴ്നാട് വനമേഖലയിൽ എത്തിയെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതുവരെ അരിക്കൊമ്പന്റെ സിഗ്നൽ ലഭ്യമായിട്ടില്ല. ഏതായാലും 120 പേരടങ്ങുന്ന സംഘം ഇരുവെങ്കിലാർ എന്ന സ്ഥലത്ത് ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ തിരച്ചിൽ നടത്തുന്നുണ്ട്. കൃത്യമായും ആന ജനവാസ മേഖലയ്ക്ക് ഇറങ്ങാതിരിക്കാനുള്ള എല്ലാ സുരക്ഷാ മുന്നൊരുക്കങ്ങളും തമിഴ്നാട് വനവകുപ്പ് ഒരുക്കിയിട്ടുണ്ട്. ശരി, ബിനീഷ് ആന്റണിയാണ് ഇടുക്കിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്.